ഇടുക്കി ശാന്തൻപാറ ചൂണ്ടലിൽ വൻമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു മരം ഒടിഞ്ഞു വീണത്. അപകടത്തിൽ വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വ്യാപകമായി മണ്ണിടിഞ്ഞു വീണു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ജോസിൽ സെബാസ്റ്റ്യൻ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ജോസിൽ, ഈ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വ്യാപക മണ്ണിടിച്ചിൽ പ്രദേശത്തുണ്ടോ? മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ്? കാവ്യ, ഇന്നലെ രാവിലെ മുതൽ ആരംഭിച്ച മഴ പാതിരാത്രി വരെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ മഴ മാറി നിന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാന്തമ്പാറ ചൂണ്ടലിലാണ് വൻമരം വീടിന് മുകളിലേക്ക് വീണത്. അത് വെട്ടിമാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജക്കാട് മയിലാടുംപാറയിൽ വിവിധ സ്ഥലങ്ങളിൽ മരം വീഴ്ച ഉണ്ടായിട്ടുണ്ട്. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് KSEBക്ക് വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കരുണാപുരത്ത് അംഗനവാടിയുടെ റൂഫിലേക്ക് മരം വീണ് റൂഫ് തകർന്നിട്ടുണ്ട്. മൂന്നാർ ഗണേശ് ടെമ്പിളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല എങ്കിലും വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണ് പാറയടക്കം അടർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം മൂന്നാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൻദേവൻ പെട്രോൾ പമ്പിന് സമീപവും കണ്ണൻദേവൻ ടീയുടെ ഔട്ട്ലെറ്റിന് സമീപവും ഒക്കെയാണ് മണ്ണിടിച്ചിട്ടുള്ളത്. അങ്ങനെ വ്യാപകമായി ഇടുക്കി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുന്ന സാഹചര്യവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇടുക്കിയിൽ പ്രധാനപ്പെട്ട ചെറിയ ഡാമുകൾ കല്ലാർകുട്ടി ഡാം, പാബ്ല ഡാം, അതുപോലെ തന്നെ ഇടുക്കി ഡാമിന്റെ ഡൈവേർഷൻ ഡാമായ നെടുങ്കണ്ടം കല്ലാർ ഡാം, ഇടുക്കിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വെള്ളം ശേഖരിക്കുന്ന മലങ്കര ജലാശയം, അണക്കെട്ട്, അതിന്റെ 6 ഷട്ടറുകൾ എല്ലാം തുറന്നിട്ടുണ്ട്. ഇതിന്റെ വെള്ളം ഒഴുക്കുന്ന നദിയുടെ ഇരുകരകളിലുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഏതായാലും കനത്ത ജാഗ്രതയാണ് ഇടുക്കി ജില്ലയിൽ തുടരുന്നത്. കാവ്യ. ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്.